ഗായ്സ് ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഞാൻ ദേ ഇവിടെ 1 കിലോയോളം അടുത്ത് വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഒരു നാരങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി പിഴിഞ്ഞൊഴിച്ച് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ചിക്കൻ പീസ് എല്ലാം ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചിക്കൻ ഇവിടെ കിടന്ന് നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഗ്രേവിക്കുള്ള കൂട്ടെല്ലാം തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ 5 സബോള തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത് കണ്ണ് പുകയാതിരിക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് വെള്ളം വരും. അപ്പോൾ നമ്മുടെ എന്താ ഇവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറിച്ചും തിരിച്ചും ഈ ഒരു പരുവത്തിൽ ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ 5 സബോളയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് വേണേൽ സബോള എടുക്കാൻ. ഇനി ഞാൻ മീഡിയം സൈസിലുള്ള തക്കാളിയും 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പരുവത്തിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ വെച്ച് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത്, ഇനി അത് തികഞ്ഞില്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് 1 സ്പൂൺ വലിയ ജീരകവും പൊട്ടി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് പിടിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം കൂടി പോകണ്ട കേട്ടോ. കുഴമ്പ് പോലെ കിട്ടാൻ വേണ്ടി ഒത്തിരി വെള്ളം കൂടി പോകണ്ട. സബോളയുടെ ഒപ്പം ആ വെള്ളം വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ സബോളയെല്ലാം അലിഞ്ഞ് കിട്ടണേ. അപ്പം ഞാൻ 5 ഫിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സബോള നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഗ്രേവിക്ക് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ എടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് നല്ല തിളച്ച ചൂടൻ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ആ ഗ്രേവിയുടെ ഇത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ പീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ടൈം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ടൈം ഒന്നും വെക്കേണ്ട. അപ്പോൾ അടി പിടിക്കാതെ പ്രത്യേകം നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയി ഇനിയും വരാം. ഓക്കെ, ബൈ.